കേരളത്തിലെ സ്കൂളുകളിൽ ഇന്ന് ലിപ്സ്റ്റിക് നിരോധിച്ചു അല്ലേ? സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതും ബാഗിൽ അത് ക്യാരി ചെയ്യുന്നതും എല്ലാം നിരോധിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ സ്കൂളുകൾ ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിൽ വെറുമൊരു ധാർമ്മിക ഉത്തരവാദിത്തമോ ധാർമ്മിക നിയമമോ മാത്രമല്ല, ഇതിന് പിന്നിൽ വലിയൊരു മെഡിക്കൽ റീസൺ കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് കേരള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഈ ഒരു തീരുമാനത്തിലെത്തിയത്? തിരുവനന്തപുരം RCC അതായത് റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിന്ന് പുറത്തുവരുന്ന പുതിയ പഠന റിപ്പോർട്ടുകൾ പ്രകാരം കുട്ടികളിൽ വയറിലെയും കുടലിലെയും ക്യാൻസർ കേസുകൾ വർദ്ധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം വില കുറഞ്ഞ മേക്കപ്പ് സാധനങ്ങളാണ്. ഇവയിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ഹെവി ടോക്സിക് മെറ്റൽസ് ആയിട്ടുള്ള മെർക്കുറി, ലെഡ്, കാഡ്മിയം ഒക്കെയാണ്. സോഷ്യൽ മീഡിയയിലെ റീലുകളും ഗെറ്റ് റെഡി വിത്ത് മീ ട്രെൻഡുകളും കണ്ട് ചെറിയ കുട്ടികൾ വരെ ഇപ്പോൾ ധാരാളം മേക്കപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യുന്നവരാണ്. ഇങ്ങനെ വില കുറഞ്ഞ മേക്കപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ ഇത് ഡയറക്റ്റ് ആയിട്ട് വയറിലെത്തുന്നു, ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്നു. ഇത് കിഡ്നിയെ, ലിവറിനെ, നെർവ്സിനെ ഒക്കെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ലിപ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുകയും ചിലരിലൊക്കെ അലർജി, അതുപോലെ ചൊറിച്ചിൽ, ചുണ്ട് ഉണങ്ങുന്നതായിട്ടും വരണ്ട അവസ്ഥ വരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ കേരളമൊട്ടാകെ ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസുകൾ കൂടുതൽ ശക്തമായി വരുന്നത്. കുട്ടികളുടെ സുരക്ഷയ്ക്കായി മാതാപിതാക്കളും ഈ കാര്യം ശ്രദ്ധിക്കുക. സൗന്ദര്യം മേക്കപ്പിലല്ല, ആത്മവിശ്വാസത്തിലും സ്വാഭാവികതയിലുമാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക.